السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മളെ ലൈഫിൽ എങ്ങനെയാണ് നമ്മള് ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം അല്ലേ? നമ്മളെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മളെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പം ഒരു മുസ്ലിം സ്ത്രീക്ക് തീർച്ചയായിട്ടും മുസ്ലിം സ്ത്രീന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കും അല്ലെ? ഖബർ ശിക്ഷയെന്ന് ഒഴിവാക്കുക, ഖബറിൽ സുരക്ഷ കിട്ടുക, സ്വർഗത്തിലേക്ക് എത്തുക, അള്ളാഹുവിനെ കാണുക, ഇതായിരിക്കും ഒരു മുസ്ലിം സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പണം, ജോലി, നമ്മളെ കഴിവുകൾ, ഇത് എല്ലാം നമ്മുടെ ഉപകരണങ്ങൾ മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്താനുള്ള. ഇത് നമ്മുടെ ലക്ഷ്യമാക്കി വെക്കാൻ, മെയിൻ ലക്ഷ്യമാക്കി വെക്കാൻ പറ്റൂല. നമ്മളെ നീയത്ത് ശരിയാക്കുന്ന സമയത്ത് നമുക്ക് ജോലിയും ഇബാദത്തായി മാറുന്നുണ്ട്, നമ്മളെ സമ്പാദ്യമൊക്കെ സദക്കയായിട്ട് മാറുന്നുണ്ട്. അപ്പം എന്റെ ജീവിതത്തിലെ പ്രധാന റോളുകൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഒരു സ്ത്രീ ഒരേ സമയം പല റോളുകളിലാണ്. അള്ളാഹുവിന്റെ ദാസിയാണ്, അതേപോലെ ഭാര്യയാണ്, മകളാണ്, അമ്മയാണ്, അല്ല ഉമ്മയാണ്, അതേപോലെ കുടുംബത്തിന്റെ മാനസിക ശക്തി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സ്ത്രീ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സമൂഹത്തിന് ഉപകാരമുള്ള വ്യക്തിയാവുക എന്നുള്ളതും നമ്മുടെ ഒരു റോളാണ്. ഇതിൽ ഓരോ റോളും തകർക്കാതെ വേണം നമ്മൾ മറ്റൊന്ന് ബിൽഡ് ചെയ്യാന്. ഓക്കെ, അള്ളാഹുവിന്റെ ദാസിയാണ് എന്നുള്ളത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല ഭാര്യ ആവണം, നല്ല മകളാവണം, നല്ല ഉമ്മയാവണം, അതേപോലെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. നമ്മളെ ഇനി ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഹലാലായ രീതിയിൽ ആവണം. ഇങ്ങനെ ആവണം നമ്മുടെ ലക്ഷ്യങ്ങള്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന സമയത്ത് ഇപ്പം ഹലാൽ വരുമാനാണ് ലക്ഷ്യം വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഹറാം ഉണ്ടോ, അതേപോലെ ഇതിൽ എന്റെ ലജ്ജ, എന്റെ ഹയ അല്ലെങ്കിൽ എന്റെ ദീനിനെ കെടുത്തുന്ന വല്ലതും ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കാം. ഇതുകൊണ്ട് എന്റെ നിസ്കാരോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനെ നോക്കാനുള്ള സമയം എന്തെങ്കിലുമൊക്കെ നഷ്ടാവോ? ഇത് മൂന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. പലപ്പോഴും പലരും ചെയ്യുന്ന തെറ്റാണ്, ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ സമയം ചെലവഴിക്കുന്നത് കുറഞ്ഞുണ്ടാവും, അല്ലെങ്കിൽ നിർത്തിയിട്ടുണ്ടാവും എന്ന് പറയാം. വെറുതെ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് സമയം 8 മണിയാകുമ്പോഴത്തേന് വേഗം ഓടിപ്പോവും. വൈകുന്നേരം 6 മണിക്ക് വന്നാലും വീണ്ടും ഒരുപാട് ജോലികൾ ഉണ്ടാവും. അതിന്റെ ഇടയിൽ നമ്മളെ കുടുംബത്തെ നോക്കാനോ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ദീനിനെ സംരക്ഷിച്ച് നിർത്താനോ ഇബാദത്ത് ചെയ്യാനോ ഒന്നും സമയം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവാം. അപ്പം ആ രീതിയിലല്ലാതെ ഹലാലായ രീതിയിൽ സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴാണ് അള്ളാഹു അതിൽ ബർക്കത്ത് തരുന്നത്. എല്ലാ കാര്യങ്ങളും മിതമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് അള്ളാഹു അതിൽ ബർക്കത്ത് തരുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സംതൃപ്തി ഉള്ളവരാവുന്നത്. അല്ലെങ്കിൽ ഏതുപോലെയാണ്, നമുക്കൊരു ചെമ്പ് ബിരിയാണി കിട്ടിയാലും നമുക്ക് അത് പോരാന്നുള്ള തോന്നൽ ഉള്ള പോലെ നമ്മൾ ചിലപ്പം ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടാവും, വരുമാനം പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ ബാക്കി ഒരു കാര്യത്തിലും നമുക്ക് സംതൃപ്തി കിട്ടുന്നുണ്ടാവില്ല. ആ ലൈഫ് പൊള്ളയായ ലൈഫാണ്. പുറമെ പണം ഉണ്ടെങ്കിലും ഉള്ളില് നമ്മളെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ അടങ്ങിയിട്ടായിരിക്കും ജീവിക്കുന്നത് അല്ലെ? അപ്പം നമ്മൾ ഇന്ന് നമ്മളെ ലൈഫ് പ്ലാൻ ചെയ്യാൻ പോവാണേ. പലരുടെയും സംശയമാണ് എന്തിനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓർക്കേണ്ട കാര്യം, നമ്മള് ഗോൾസ് സെറ്റ് ചെയ്യുന്നത് ഒരു
നമ്മളെ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ഈ യാത്ര എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയണം. ഓക്കെ, അള്ളാഹുവിലേക്കാണ്. ഇനി ചിന്തിച്ചു നോക്കുക, നമ്മൾ അള്ളാഹുവിനെ കാണുന്ന സമയത്ത് അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുവിലേക്ക് എടുക്കുന്നത്, നമ്മളിപ്പോ ഇന്ന് മരിച്ചു, അതിന് ഖബറിൽ എത്തുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ഏത് രീതിയിലായിരിക്കും ട്രീറ്റ് കിട്ടേണ്ടി വരിക? നമ്മൾ എങ്ങനെയായിരിക്കും അവിടെ നോക്കേണ്ടത്? അപ്പം നമുക്കറിയാം സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുസമ്മിൽ ഇതൊക്കെ ഖബറിൽ വന്നിട്ട് നമ്മളെ രക്ഷിക്കുന്ന പറയുന്നത് അല്ലേ? അപ്പം ആ സൂറത്തുകൾ നമ്മൾ എന്ന് ഓതാന്ന് വെച്ചാല് നമുക്ക് അവിടെ ബെസ്റ്റ് ആയിരിക്കും. അതേപോലെ ഇങ്ങനെ നമ്മള് മാറ്റി വെക്കുക. ഓക്കെ, ഇത് ഇതിന്റെ കവറിലേക്കുള്ളതാണ് എന്ന് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ ആഖിറത്തിലേക്കുള്ളതാണ്. അതേപോലെ നമ്മള് ഈ സ്വർഗത്തിലേക്ക് പോകുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഏത് രീതിയിലുള്ള ആളായിട്ടാണ് സ്വർഗത്തിലേക്ക് എത്തേണ്ടത്? അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാണുമ്പോൾ നമ്മളെ ഏത് രീതിയിലാണ് നമ്മള് അള്ളാഹുവിലേക്ക് എത്തേണ്ടത്? ഇപ്പം ഒരുപാട് നോമ്പ് നോറ്റ ആളാണ് എന്നുള്ള രീതിയിലാണോ? അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നിസ്കരിക്കുന്ന, ഓക്കെ, ഫാത്തിമ നിസ്കരിക്കുന്ന ആളാണ്. അപ്പം ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറട്ടെ. അല്ലെങ്കിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരുപാട് സദഖ ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ഏത് രീതിയിലാണ് നമ്മളെ അള്ളാഹു കണ്ടുമുട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു തുടങ്ങാം. ഇതാണ് ലക്ഷ്യം വെക്കുക എന്ന് പറയുന്നത്. ഏതുപോലെ നമ്മൾ കോഴിക്കോട്ടേക്കാ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, കോഴിക്കോട്ടേക്ക് ഒരുപാട് വണ്ടികൾ ഉണ്ടാവും, ഒരുപാട് പല രീതിയിലുള്ള പല പൈസ ഉണ്ട് അല്ലെ? നമ്മൾ അപ്പൊ നമ്മള് ഏതാണ് എടുക്കുന്നത്? നമുക്ക് കാർ പോവാം, ബസ് പോവാം, ട്രെയിന് പോവാം, ഈ ഓട്ടോ വിളിച്ചിട്ട് പോവാം, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ അതിൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ആദ്യം തീരുമാനിക്കണം അല്ലെ? ഓക്കെ, ഇന്ന് ബസ് പോവാം, ബസ് ആകുമ്പോ കുറച്ച് പൈസ മതി, ഇന്ന സമയത്ത് പോണം, ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, 10 മണിക്ക് പോയാല് തിരിച്ച് 4 മണിക്ക് ഇങ്ങോട്ടെത്താം, ഈ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ ആഖിറത്തിന്റെ കാര്യം പ്ലാൻ ചെയ്ത് തുടങ്ങണം. അപ്പോഴാണ് ഓക്കെ, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നീട് പ്രയത്നിച്ച് തുടങ്ങുന്നത്. നമുക്ക് 1 ലക്ഷം സ്വലാത്തുമായിട്ട് അല്ലെങ്കിൽ 1 ലക്ഷം ദിക്റുമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 1000 ദിക്റ് ചൊല്ലി തുടങ്ങണം, അല്ലെങ്കിൽ ഡെയിലി ഒരു 500 ദിക്റ് വെച്ച് ചൊല്ലി തുടങ്ങണം. അപ്പൊ ഇത്ര ദിവസം കൊണ്ട് 1 ലക്ഷം ദിക്റാവും. ഈ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ നമ്മളെ പെട്ടി നല്ല അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നമുക്ക് ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. ഇതാണ് ലൈഫ് പ്ലാൻ എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ മിഷനും വിഷനും കണ്ടെത്തണം. എന്ന് വെച്ചാല് നമ്മുടെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ നമ്മളെ ജീവിത ദൗത്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്ന് ഞാൻ ദുനിയാവും ആഖിറത്തും ബാലൻസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ മാപ്പാണ് തയ്യാറാക്കുന്നത്, ലൈഫ് പ്ലാൻ എന്ന് പറയുമ്പോൾ. ഏറ്റവും അവസാനത്തെ എത്തുന്നത്, നമ്മളെ ലൈഫിൽ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ലാസ്റ്റ് എത്തുന്നത് അള്ളാഹുലാണല്ലോ. അപ്പൊ അള്ളാഹുലേക്ക് എത്തുന്ന ആ യാത്രയുടെ മാപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മളെ ജീവിതം എങ്ങനെ അള്ളാഹുലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ എത്തിക്കണം എന്നുള്ളത്. ഇതൊരു സർവൈവൽ അല്ലെങ്കിൽ നമ്മളൊരു പിടിച്ചു നിൽക്കാനുള്ള ആ രീതിയിലല്ലാതെ നമ്മളെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയോ ജീവിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് ആണ്ട് മരിച്ചു എന്നതിലുപരി, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തെ ഇങ്ങനെ നോക്കി മരിച്ചു എന്നതിലുപരി, അല്ലെങ്കിൽ നമ്മളെ ജോലി അല്ലെങ്കിൽ ബിസിനസ് നോക്കിക്കൊണ്ട് അതില് സന്തോഷം കണ്ടെത്തിയാണ്ട് മരിച്ചു എന്നതിലുപരി അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മളെ കുടുംബത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാം ശരിയായ ക്രമത്തിൽ നയിക്കുന്നതാണ് നമ്മളെ ലൈഫ് പ്ലാൻ എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണെന്ന്. അപ്പം നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കൽ തന്നെയാണ് തീർച്ചയായിട്ടും. ഇനി
എന്റെ ജീവിതം എന്തിന് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാല് അള്ളാഹുവിന്റെ അടിമയായിട്ട് ജീവിക്കുക, എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വിശ്വസ്തയോടെ നിർവഹിക്കുക, എന്റെ സാന്നിധ്യം മൂലം മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കുക. ഇതാവണം നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതില് മാറ്റം വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളെ മിഷൻ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യം എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചോദിച്ചു നോക്കുക, ഞാൻ അള്ളാന്റെ മുന്നിൽ ഏത് നിലയിലാണ് എത്താൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നോമ്പ് നോൽക്കുന്നവളായിട്ടാണോ, നല്ല ഇബാദത്ത് ചെയ്യുന്നവളായിട്ടാണോ, മനസ്സ് ക്ലീൻ ആയിട്ടാണോ, അവള് കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല എന്ന രീതിയിലാണോ, ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചു എന്നുള്ള രീതിയിലാണോ, എപ്പോഴും ഹൃദയം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നവൾ എന്നുള്ള രീതിയിലാണ്, ഏത് രീതിയിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്? അള്ളാഹിന്റെ മുന്നിൽ എത്തുമ്പോൾ നിന്റെ ഏത് ഗുണമായിരിക്കണം അള്ളാഹു കാണേണ്ടത് കൂടുതൽ? അതൊന്ന് ചിന്തിച്ചു നോക്കാം, എന്നിട്ട് എഴുതി വെക്കുക. അതേപോലെ ഞാൻ ഒരു ഉമ്മയായിട്ട്, ഒരു ഭാര്യയായിട്ട്, ഒരു മകളായിട്ട് ഒക്കെ എങ്ങനെയാണ് ഓർക്കപ്പെടേണ്ട അവരെ മനസ്സിൽ, എന്റെ ഭർത്താവിന്റെ മനസ്സിൽ, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ മനസ്സിൽ, എന്റെ മക്കളെ മനസ്സിൽ ഞാൻ എങ്ങനത്തെ ഉമ്മയായിരിക്കണം, എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എങ്ങനത്തെ ഭാര്യ ആയിരിക്കണം, എന്റെ പേരൻസിന്റെ, എന്റെ രക്ഷിതാക്കളുടെ മനസ്സിൽ ഈ മകളെ പറ്റിയിട്ട് എന്തായിരിക്കണം ചിന്തിക്കേണ്ടത്, അതൊന്ന് എഴുതി വെക്കുക. അതേപോലെ എന്റെ ജീവിതം അവസാനിക്കുന്ന സമയത്ത് നാട്ടുകാർ എന്നെ പറ്റി എന്ത് പറയുന്നതാണ് എനിക്ക് ആഗ്രഹം. ഇന്ന രീതിയിൽ ഓക്കെ ഇവളെ ഇന്ന മാതിരിയായിരുന്നു എന്നുള്ള പറയുന്ന സമയത്ത് എന്ത് നന്മ പറയുന്നതാണ് ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതം ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി സ്വയം ശുദ്ധീകരിച്ച് കുടുംബത്തെ ജന്നത്തിലേക്ക് നയിച്ച് അള്ളാഹുവിന്റെ ദീനിന് ഉപകാരമുള്ള സ്ത്രീയായി നയിക്കുക, ജീവിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഇത് ഒരു ഉദാഹരണമാണ്. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എഴുതാം. ഇനി അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളൊരു 5 വർഷം കഴിഞ്ഞാൽ എവിടെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഒന്ന് മനസ്സിൽ കാണാം. അപ്പം നമ്മളിപ്പം ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടിലാവും, ക്ഷീണം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ഷീണം മാറാന്, അത് ആരോഗ്യപരമായിട്ടാവട്ടെ, മാനസികപരമായിട്ടാവട്ടെ, അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികം, കുടുംബപരം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ക്ഷീണം മാറാൻ എന്ത് ചെയ്യണം, അതേപോലെ ലൈഫിൽ ക്ലാരിറ്റി വരാന്, ജീവിതം ഏത് വഴിക്കാണ് തിരിക്കേണ്ടതെന്നൊന്ന് മനസ്സിലാവാൻ, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് എന്നെ വിട്ടകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിലുള്ളത്, അതിൽ നിന്ന് എന്തൊക്കെ മാറ്റം വരുത്തണ്ടേ, ഇതൊക്കെയും ഒന്ന് ചിന്തിച്ച് നോക്കാം, അതൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഒരു മുസ്ലിം സ്ത്രീ നോക്കേണ്ട ഏരിയകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഈമാന്, ആഖിറത്ത്. എന്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഞാൻ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, ഞാൻ ഇനി എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനുണ്ട്. അതേപോലെ തന്നെ ആഖിറത്തില് ഞാൻ എവിടെ എത്തണം, ഞാൻ ആരെ കൂടെ ആവണം, ഈ ഇന്ന ആഖിറത്തിൽ അറിയപ്പെടുന്നത് ഏത് രീതിയിലാവണം, എന്ത് ചെയ്ത ആളാണ് എന്നുള്ള രീതിയിലാണ്. നമ്മള് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ചെയ്യുന്നത് അതാണല്ലോ നമ്മളെ പേരായിട്ട് വരിക. അപ്പം നമ്മൾ ഏത് രീതിയിൽ, ഇപ്പൊ ഖുർആൻ ഓതുന്ന ആളായിട്ടാണോ, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളായിട്ടാണോ, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന ആളായിട്ടാണോ, ളുഹാ നിസ്കരിച്ചിരുന്ന ആളായിട്ടാണോ, സദഖ ചെയ്തിരുന്ന ആളായിട്ടാണോ, നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ആളായിട്ടാണോ, ഇങ്ങനെ നമ്മളെ ലൈഫില് നമ്മള് ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് അവിടെ ഏത് രീതിയിൽ എത്താനാണ് ആഗ്രഹം, അള്ളാന്റെ മുന്നിൽ എത്തുന്നു. പിന്നെ നമ്മുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാ, അത് നമ്മൾ ആഗ്രഹങ്ങളായിട്ട് എഴുതാൻ പറ്റും. നമ്മളെ സ്വഭാവത്തിലും നമ്മളെ പെരുമാറ്റത്തിലും എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. അതേപോലെ തന്നെ നമ്മളെ നഫ്സ്, നമ്മളെ ഹൃദയം, ഉള്ളിലുള്ള അല്ലെ, നമ്മളെ മനസ്സ്, ഈ മനസ്സിനെ ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, ഞാൻ ഈ മനസ്സിന് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളതാണ് നമ്മളെ ഫാമിലി റിലേഷൻഷിപ്പും, അല്ലെ, നമ്മളെ ഫാമിലിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, ഇപ്പോഴത്തെ കാര്യങ്ങള്, അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്,
അതേപോലെ തന്നെ നമ്മളെ റിലേഷൻഷിപ്പ്, ഫാമിലി ആയിട്ടുള്ള ബന്ധങ്ങള്, ഫാമിലിയിലെ അംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇത് നമ്മൾ എഴുതി വെക്കുക. ആ ബന്ധം എത്ര ഈ കൂടുതൽ മനോഹരമാവാന് നമ്മൾ ഓരോ ഫാമിലിയിൽ ആയിട്ടുള്ള ഓരോ ബന്ധങ്ങളും അല്ലെ, നമ്മൾ ഉമ്മയാവാം, മകളാവാം, ഈ അമ്മായിമ്മ ആവാം, മരുമകളാവാം, ഭാര്യ ആവാം, ഇങ്ങനെ സിസ്റ്റർ ആവാം, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരുടെ ഒക്കെ മുന്നിൽ ഞാൻ എങ്ങനെ ആവണം, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കണം, ഇതൊന്ന് ഓർത്തു നോക്കാം. എന്നിട്ട് അത് എഴുതി വെക്കാം. പിന്നീട് നമ്മളെ ഹെൽത്ത്, നമ്മളെ ആരോഗ്യം, ഒരു 2 വർഷത്തിന് ശേഷം നമ്മൾ ആരോഗ്യം ഏത് രീതിയിലാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബോഡി, ശരീരത്തിനുള്ള ആരോഗ്യമാവട്ടെ, മനസ്സിനുള്ള ആരോഗ്യമാവട്ടെ, രണ്ടും ഏത് രീതിയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നത്, അത് എഴുതി വെക്കുക. പിന്നെ നമ്മൾ അറിവ്, ദീനിയായ അറിവുകൾ, എനിക്ക് എന്തൊക്കെ ദീനിയായ അറിവുകൾ നേടാൻ ആഗ്രഹമുണ്ട്, അതേപോലെ ഇനി നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ദുനിയാവിൽ എന്തൊക്കെ പഠിപ്പാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കഴിവുകളാണ് ഉണ്ടാക്കേണ്ടത്, അത് എഴുതി വെക്കുക. എന്തൊക്കെയാണ് അറിവുകളാണ് വേണ്ടത് എന്നുള്ളത്. പിന്നെ സ്കിൽസ്, ആറാമത്തെ കാര്യം, നമ്മളെ കഴിവുകള്, അതേപോലെ തന്നെ നമ്മളെ വരുമാനം, ഇതൊക്കെ രീതിയിൽ, എന്തൊക്കെയാണ് ഹലാലായ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവുകൾ, അല്ലെങ്കിൽ എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കഴിവുകൾ, എനിക്ക് ഉപകാരപ്പെടുന്ന കഴിവുകൾ എന്തൊക്കെയാണ്, അത് ഒരു 2 വർഷം കൊണ്ട് ഞാൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ എനിക്ക് ആർജിച്ചെടുക്കേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്, അത് എന്തും ആവാട്ടോ. ചിലർക്ക് കുക്കിംഗ് ഉണ്ടാവും, ചിലർക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ അറിയാത്തവരാണ്, അതൊരു കഴിവാണ്. അതേപോലെ മക്കളെ നോക്കുന്നത് ഒരു കഴിവാണ്, നല്ല ഭാര്യ ആവുന്നത് ഒരു കഴിവാണ്. ഇതൊക്കെയും നമുക്ക് നമ്മളെ ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അടുത്തതായിട്ട് വരുന്നതാണ് നമ്മൾ മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യാം, സഹായിക്കുന്ന, സേവനം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് എന്ത് സേവനം ചെയ്യുന്നവളായിട്ടാണ് ഞാൻ മാറേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ദാവത്ത് ചെയ്യുന്ന, ഞാൻ മറ്റുള്ളവർക്ക് എന്ത് ദാവത്ത് ചെയ്യും, ഏത് രീതിയിലാണ് ഞാൻ ദാവത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എന്ത് കാര്യം ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏത് രീതിയിലാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതും എഴുതി വെക്കാം. കാരണം നമ്മള് ദീനിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ദീനിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് ദാവത്താണ്, അതിന് അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. അപ്പം നമ്മള് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ, ഒരു 2 വർഷം കഴിഞ്ഞാൽ ഖുർആനുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ബന്ധം ഉള്ള, സമാധാനമുള്ള ഹൃദയമുള്ള, കുടുംബത്തിന് തണലായിട്ടുള്ള, ഹലാലായ വഴിയിൽ കഴിവുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഹലാലായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ, ഈ രീതിയിൽ നമുക്ക് നമ്മുടെ വിഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ലൈഫിലുള്ള റോളുകൾ തിരിച്ചറിയാം, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ അള്ളാന്റെ അടിമയാണ്, സ്വയം ആരാണെന്ന് തിരിച്ചറിയാം, മകള്, ഉമ്മ, ഭാര്യ, ഇങ്ങനെയൊക്കെ ആവുമ്പം ഇതിലൊക്കെ ഞാൻ എന്ത് മാറ്റാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി ഏത് രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്, എന്റെ റോൾ എന്താണ്, നമ്മൾ ഒരു സമൂഹത്തിലെ അംഗമാണ്, അപ്പൊ ആ സമൂഹത്തിന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത്. അതേപോലെ നമ്മളിപ്പോ ഏണിങ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പൈസ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ സമ്പാദ്യം കൊണ്ട് ഈ സമൂഹത്തിന് ഞാൻ എന്താ ചെയ്യണ്ടേ, ഈ കുടുംബത്തിന് ഞാൻ എന്താ ചെയ്യണ്ടേ, മുഴുവൻ എടുത്തു വെക്കാണോ. അതേപോലെ ടീച്ചർ ആണെങ്കിൽ ഈ ടീച്ചറുടെ റോൾ എന്താണ്, ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണ്, നമ്മളെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒരൊറ്റ റോളിലെ ജീവിതം മുഴുവനും കുടുങ്ങുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ബാക്കി എല്ലാതും നമ്മൾ ഡിപ്പെൻഡന്റ് ആവുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ അള്ളാന്റെ അടിമയാണ്, അപ്പൊ പിന്നെ ബാക്കി പ്രവർത്തനങ്ങളൊന്നുമില്ല, വെറും ഇബാദത്ത് മാത്രമായിരിക്കുമ്പോ എന്ത് വേണം, മറ്റുള്ളവർ നമുക്ക് ഭക്ഷണം കൊണ്ട് തരണം, മറ്റുള്ളവർ നമ്മളെ ഡ്രസ്സ് അലക്കി തരണം, ഈ രീതിയിലേക്ക് മാറൂല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു ഭാര്യ മാത്രമാവുന്ന സമയത്ത്, നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയ ഭാര്യ ആവുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ മറന്നു പോകും. എന്നിട്ട് നമ്മളെ സ്നേഹിക്കുന്നതിന് പകരം ഈ ഭർത്താവ്, ഹസ്ബൻഡ് നമ്മളെ
എല്ലാ രീതിയിലും കെയർ ചെയ്യട്ടെ, എല്ലാ രീതിയിലും ശ്രദ്ധിക്കട്ടെ, ഞാൻ അവർക്ക് എല്ലതും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അവരെന്താ എനിക്ക് ഇങ്ങനെ ചെയ്തു തരാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. അതിനു പകരം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മളോടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം നമ്മൾ അള്ളാന്റെ അടിമയാണ്. അതേപോലെ തന്നെ നമുക്ക് സ്വയം നമ്മളെ നഫ്സിനോട് കടമകളുണ്ട്, അത് ചെയ്യണം. നമ്മൾ മകള്, ഭാര്യ, ഉമ്മ, ഇതൊക്കെയാണ്, വിദ്യാർത്ഥിയാണ്, നമ്മൾ സമൂഹത്തിലുള്ള ഒരു അംഗമാണ്. അപ്പൊ എല്ലാ റോളുകൾക്കും സ്ഥാനം കൊടുക്കണം. ഇതിലെല്ലാം നമ്മൾ എങ്ങനെ മെച്ചപ്പെടാന്ന് ചിന്തിക്കണം. ഇനി നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മിഷനും വിഷനുമായി, നമ്മളെ റോള് മനസ്സിലായി, നമ്മളെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായി. ഇനി ആഖിറത്തേക്കുള്ള ഗോൾസ്, ഇതിലൊരു മാറ്റം വരുത്തൂല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട്. ഒന്നാമത്തെ ഗോള് 5 നേരം ഖുശുവോടെ നിസ്കരിക്കും. പിന്നെ ഖുർആന്, ഡെയിലി ഖുർആനുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. ദിക്ർ, തൗബ, ദുആ, ഇതൊക്കെ എന്റെ സ്ഥിരമായ പതിവാക്കി മാറ്റും. ഈ എന്റെ ഹൃദയം എന്നും ശുദ്ധീകരിക്കും. നമ്മളെ ഹൃദയത്തിൽ നിന്ന് ചീത്ത രോഗങ്ങളുണ്ടല്ലോ, ഹസദ്, ഗീബത്ത്, നമീമത്ത്, അസൂയ, ദേഷ്യം, വാശി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതൊക്കെ ഇല്ലാണ്ട് എന്റെ ഹൃദയം എപ്പോഴും ശുദ്ധിയായിട്ട് കൊണ്ടു നടക്കും. ഇതാവണം നമ്മുടെ ഒന്നാമത്തെ ഗോള്. രണ്ടാമത്തെ ഗോള് നമ്മളെ പേഴ്സണൽ ഗ്രോത്ത് ആവണം. നമുക്ക് ക്ഷമ, നന്ദി, അതേപോലെ ലജ്ജ, ഇതൊക്കെ വളർത്തുന്നതാവണം. അതേപോലെ തന്നെ നമുക്ക് ഇമോഷണൽ ബാലൻസ്, അല്ലെ, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക, പെട്ടെന്ന് സങ്കടപ്പെടുക, ഇതിനു പകരം നമുക്ക് എല്ലാതും ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതേപോലെ നമ്മളെ സെൽഫ് കെയർ, സ്വയം സ്നേഹിക്കുന്നത്, സ്വയം ശ്രദ്ധിക്കുന്നത്, നമ്മളെ ശരീരത്തിനെയും നമ്മളെ മനസ്സിനെയും ഹെൽത്തി ആയിട്ട്, ഹാപ്പി ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കാം. ഇതും അത് ഹലാലായ രീതിയിൽ, ബാലൻസ് ചെയ്യുന്ന രീതിയിൽ, അത് മാത്രം ചിന്തിച്ച് ബാക്കിയുള്ളവരുടെ ഒഴിവാക്കല്ല, മറിച്ച് ഇതും നമ്മുടെ മുൻഗണനാ ലിസ്റ്റിൽ വരണം. അടുത്ത മൂന്നാമത്തെ ഇതായിട്ട് നമുക്ക് ആദ്യം അള്ളാന്റേത്, അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ആ സ്നേഹം കൊടുത്തു. പിന്നീട് നമ്മളെ ശരീരത്തിനുള്ള സ്നേഹം കൊടുത്തു. ഇനി നമുക്കുള്ള ഗോൾ എന്താണ്? നമ്മളെ ഫാമിലിക്കുള്ള, അവിടെ നല്ല ഭാര്യ ആവുക, നല്ല ഉമ്മയാവുക, നല്ല മകളാവുക, ഇങ്ങനെ എല്ലാ ഇതിലും എങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് നല്ല രീതി നന്നാവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെടാം എന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ എങ്ങനെ വീട്ടില് സമാധാനം ഉണ്ടാക്കാം എന്നുള്ളത്, അത് നമ്മളെ ഗോളായിട്ട് സെറ്റ് ചെയ്യാം. നമ്മളെ മക്കളെ എങ്ങനെ ഈമാനോട് കൂടി വളർത്താം, നമ്മുടെ ഫാമിലീനെ എങ്ങനെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്നാമത്തെ ഗോളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നാലാമതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നോളജ് അഥവാ സ്കില്ല്. നമ്മളെ അറിവുകള് എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മളെ കഴിവുകൾ എങ്ങനെ, അത് നമ്മളെ ദീനിന്റെ അറിവായിരിക്കാം ഒരു പക്ഷെ. അപ്പം നമ്മൾ ചിന്തിക്കാം, എന്റെ ദീനിൽ ഈ ഇത്രയും ശതമാനം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങള് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇതായിരിക്കണം ഒരു ഗോള്. അതേപോലെ തന്നെ ഇപ്പം നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പം മെച്ചത്തിലല്ല, എനിക്ക് ഇതിനേക്കാളും നല്ല സമ്പാദ്യത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ മക്കളെ നോക്കണം, നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹലാലായ രീതിയിൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ കഴിയുക, അതിന് എനിക്ക് ഏത് കഴിവാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് അതും നമുക്ക് ഓക്കെ, ഈ 2 വർഷം കൊണ്ട് ഞാൻ ഇന്ന കാര്യം പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് ഇന്ന ലെവലിലെത്തും എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഗോള് സെറ്റ് ചെയ്യാൻ പറ്റും, ലക്ഷ്യം സെറ്റ് ചെയ്യാം, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാം. അഞ്ചാമത്തെ കാര്യം സർവീസ് അഥവാ ഇമ്പാക്റ്റ് ഗോള്. നമ്മൾ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാം. കാരണം നമ്മളിവിടെ ഈ ഒരു ലോകത്തിൽ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണോ? അങ്ങനെ ആവരുത്. അതന്നെയാണ് സെൽഫിഷ് എന്ന് പറയാം, അല്ലെ? നമ്മളെ കൊണ്ട്, നമ്മളെ ജീവിതം കൊണ്ട് ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ആയിരിക്കണം നമ്മുടെ ഏറ്റവും അവസാനത്തെ ലൈഫ് ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കൊണ്ടായിരിക്കണം നമ്മൾ മരിക്കേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാ. അത് സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സപ്പോർട്ട് ആവാം, അല്ലെങ്കിൽ ദാവത്താവാം, മറ്റുള്ളവർക്ക് അറിവ് പകരലാവാം, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യലാവാം, ഏത് രീതിയിലാണെങ്കിലും നോ പ്രോബ്ലം. അപ്പം എന്തെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. പറ്റുകയാണെങ്കിൽ അത് അഞ്ചാമത്തെ ഗോളായിട്ട് സെറ്റ് ചെയ്യാം.
ചിന്തിക്കേണ്ട കാര്യം ഈ ഗോൾസിലൊക്കെയും അള്ളാഹുവിൽ നിന്ന് ദൂരത്തേക്ക് എത്തുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ദൂരെ പോകുന്ന ഗോൾസ് ഒന്നും ശരിയായ ഗോളല്ല. അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള അള്ളാഹു എല്ലാം ഇബാദത്തായി മാറുന്ന കാര്യങ്ങളാണ് നമ്മൾ ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മളെ ലൈഫ് പ്ലാൻ നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഓഡിറ്റ് ചെയ്യാം. എന്റെ ഈമാൻ ഇപ്പൊ എവിടെയാണ്? ഓക്കെ, ഞാൻ ഇപ്പം എന്റെ ലക്ഷ്യങ്ങളൊക്കെ എഴുതി, ഇനി ഞാൻ പ്ലാൻ ചെയ്യണേ. അപ്പൊ അതിന് ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ ഈമാൻ ഇപ്പൊ എവിടെയാണ്? ഓക്കെ, എന്റെ ഈമാൻ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഇത്ര ശതമാനത്തേക്കെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? എനിക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ള എന്റെ ഏറ്റവും വലിയ കഴിവുകേട് എന്താണ്? പെട്ടെന്ന് കരയുന്നതാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കാതെ അവരോട് പെരുമാറുന്നതാവാം, എന്തും ആവാം. അപ്പൊ അതെന്താണെന്ന് എഴുതിയിട്ട് അതിൽ മാറ്റം വരുത്തുക. ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് എവിടെ? അത് മിക്കവാറും മൊബൈലിലായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ ചിലര് മറ്റുള്ളവരോട് സംസാരിക്കുന്നതാവും. അപ്പം നമ്മളെ സമയം വേസ്റ്റ് ആയി പോകുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ആക്കാൻ എന്താ വേണ്ടതെന്നുള്ളത് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാം, നമ്മൾ മുൻഗണനാ ലിസ്റ്റ് ഉണ്ടാക്കാം. അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് തീർച്ചയായിട്ടും അള്ളാഹു ആണ് വരുന്നത്. അള്ളാഹിന്റെ അടുത്തേക്ക് ഉള്ള കാര്യങ്ങൾ ഫസ്റ്റ്. നമ്മൾ പലപ്പോഴും നമ്മളെ കുടുംബത്തിന്റെയും ഇഹലോകത്തിന്റെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അള്ളാഹുലേക്ക് എത്തുക, അല്ലെ? അതിനു പകരം അള്ളാഹുവിന് കൊടുക്കാനുള്ളത് ഫസ്റ്റ് കൊടുക്കുക, അതിനുശേഷം ബാക്കിയുള്ളത്. നമ്മളെ കുളിയും ഭക്ഷണം കഴിക്കലും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കലും ഒക്കെയും കഴിഞ്ഞിട്ട് പോയി നിസ്കരിക്കുന്നതിന് പകരം, ഓക്കെ ബാങ്ക് കൊടുക്കാനായിരുന്നു, ഉളു കൊടുത്ത് 2 റക്അത്ത് നിസ്കരിക്കട്ടെ, സുന്നത്ത് നിസ്കരിച്ച് ഓക്കെ ബാങ്ക് കൊടുത്തു, അതും കൂടി നിസ്കരിച്ചിട്ട് ഇനി അടുക്കള കയറാം. ഈ രീതിയിൽ വിരുന്നേര് വരുന്നുണ്ട്, ഓക്കെ വിരുന്നേര് വരുന്നുണ്ട്, അത് കുഴപ്പമില്ല, എന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വിരുന്നേരെ വർത്താനം പറഞ്ഞോളൂ, അവരോട് അവിടെ ഇരിക്കാൻ പറയട്ടോ. ഈ രീതിയിൽ നമ്മൾ മാറണം. അപ്പം എന്തായി, വിരുന്നുകാരെക്കാളും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അള്ളാഹ്ക്കാണ്. അപ്പം നമ്മുടെ മുൻഗണന അള്ളാഹുവിനാക്കി മാറ്റാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മളെ സ്വയം ശുദ്ധമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. കാരണം രണ്ടാമത്തെ മുൻഗണനയിൽ നമ്മളെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ മുൻഗണനാക്രമം ഫാമിലിക്കും വേണ്ടിയിട്ട്. ഓക്കെ, ഫാമിലിന്റെ കാര്യങ്ങൾ തീർത്തിട്ട് അല്ലെങ്കിൽ ഫാമിലിനെ ശ്രദ്ധിച്ചിട്ട് മതി ബാക്കിയുള്ളവരുടെ. നാലാമത്തെ കാര്യമാണ് വരുന്നത് നോളജ്, അറിവ്. ഫാമിലിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിവിലേക്ക് പോവാം. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ സർവീസ്, ചുറ്റുവട്ടത്തുള്ളവര് അല്ലെങ്കിൽ വർക്ക് ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി നമ്മള് അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾ ഡെയിലി, വീക്ക്ലി, ഇയർലി പ്ലാന്. നമ്മൾ ദിവസം ചെയ്യേണ്ട ഇബാദത്തുകൾ എന്തൊക്കെയാണ്, ദിവസം ചെയ്യേണ്ട നമ്മളെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ ആഴ്ചയിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആഴ്ചയിൽ അതേപോലെ റിവ്യൂ ചെയ്യാം. ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, ചെയ്യുന്നതൊക്കെ കറക്റ്റ് തന്നെയാണോ, നേർവഴിക്ക് തന്നെയാണോ പോകുന്നത് എന്ന രീതിയിൽ. അതേപോലെ വർഷത്തില് ഇപ്പൊ ഒരു വർഷമൊക്കെ ആവുന്ന സമയത്ത് നോക്കുക, ഞാൻ ഇതിൽ എത്ര ഗോൾസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ മാറ്റം വരുത്താനുണ്ട്. ഇങ്ങനെ നമ്മളെ ഗോൾസ് മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടാവും. നമ്മളെ മനസ്സിലുള്ള ഞാൻ എങ്ങനെയാണോ ആ രീതിയിലേക്ക് നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഒരു സ്ത്രീ മനസ്സിലിരിക്കേണ്ട ഒരു സത്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെ? നമ്മൾ കൺസിസ്റ്റന്റ് ആയാൽ മതി, സ്ഥിരമായാൽ മതി. നമ്മളെല്ലതും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നില്ല. നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ തുള്ളി ബക്കറ്റിൽ വീണിട്ട് ആ ബക്കറ്റ് നിറയുന്ന പോലെ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് മെച്ചപ്പെടുത്തിയോണ്ട്, നമ്മളെ സ്വയം മെച്ചപ്പെടുത്തിയോണ്ട് നമ്മള് വർഷം അവസാനിക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ അപ്പോഴേക്കും നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും. ഒരുപാട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ക്ഷീണം വരാം. ഇതൊന്നും ക്ഷീണം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയാത്തത് എന്നും ഒരേപോലെ പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം അള്ളാഹുവിന്റെ ഖദർ സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മളെ പ്ലാൻ എല്ലാം സംഭവിക്കുക അള്ളാഹിന്റെ ഖദറാണ്. പക്ഷെ എങ്കിൽ നമ്മൾ ശ്രമിച്ചു, അള്ളാഹുവിൽ തവക്കൽ ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പം ചില ദിവസങ്ങളിൽ ക്ഷീണം കാരണം നമുക്ക് അത്ര
ചെയ്യാൻ കഴിയൂല. അതൊന്നും ഈമാൻ നഷ്ടപ്പെടുന്നതിന്റെ അടയാളമല്ല, മറിച്ച് അത് സ്വാഭാവികമാണ്. ക്ഷീണം സ്വാഭാവികമാണ്. അതേപോലെ നമ്മൾ സ്ലോ ആയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്ലോ ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഒരു പടി മുന്നോട്ട് വെക്കുന്നത്, മെച്ചപ്പെടുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ വിലപ്പെട്ടവളാണ്, നമ്മൾ വാല്യുബിൾ ആണ്. അത് നമ്മളെ റോൾ കൊണ്ടല്ല, മറിച്ച് നമ്മളെ ഉള്ളിൽ ഈമാൻ ഉണ്ട് എന്നുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹു നമ്മളെ നല്ല രീതിയിൽ തന്നെ നമ്മളെ അവസാനം എത്തിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം അല്ലെ. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അള്ളാഹു നമുക്ക് സ്വർഗം തരും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് ഈമാന്. ഞാൻ ചെയ്യുന്നതിൽ തെറ്റ് വരാം, പക്ഷെ അള്ളാഹു ഇന്നെ ഈ ഒരു ചിന്തയിലേക്ക് എത്തിച്ചതുകൊണ്ട്, ഇന്നെ ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചതുകൊണ്ട് അള്ളാഹു എനിക്ക് സ്വർഗം തരാതിരിക്കില്ല. അത് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങാം. ഇൻഷാ അല്ലാ. ഈ പറഞ്ഞ ഗോൾസും പ്ലാനും ഒക്കെ നമുക്ക് ആഖിറത്തിലേക്കുള്ള വഴി മാത്രമാണ്. അല്ലാതെ നമ്മള് മുൻഗണന കൊടുക്കുന്നത് ഒരിക്കലും ഇഹലോകത്തുള്ള കാര്യങ്ങളല്ല. കാരണം ഇഹലോകത്തുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് ആഖിറത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള ഒരു വഴി ആയിട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മൾ നടത്തുന്ന ഖുർആൻ ഹിഫ്ള്, തജ്വീദ്, തഫ്സീർ, തർജമ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ. സ്ത്രീകൾക്ക് മാത്രമാണ്. അതേപോലെ തന്നെ മാസം 300 രൂപയാണ് ഫീസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. അതേപോലെ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമന്റും ഷെയറും ഒക്കെയും ഇത് കൂടുതൽ ഇതുപോലെ നിങ്ങളെപ്പോലെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ എത്താനും, അതിലൂടെ അവർ ഒരു നന്മയെങ്കിലും ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ നന്മയുടെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും കിട്ടാനും കാരണമാവും. ഇൻഷാ അല്ലാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും കമന്റും ഒക്കെ വിലപ്പെട്ടതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.